അവസാനമായിട്ട് ജാസ്മിൻ ചോദിച്ചു ഗബ്രിയോട്, ഗബ്രി നിനക്ക് എന്നോട് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ? ഗബ്രി പറഞ്ഞു, ഒന്നും പറയാനില്ല, പക്ഷെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും നീ മറക്കരുത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, എടി എൻ്റെ ടീഷർട്ട് എന്തേ? അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, അത് ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഫോട്ടോയും മാലയും ഒക്കെയാണ് വീട്ടുകാർ കൊണ്ടുപോയിട്ടുള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ ജാസ്മിൻ്റെ കയ്യിൽ ജാസ്മിൻ സൂക്ഷിച്ച് വെച്ചിരുന്നു എന്ന് ചുരുക്കം. എന്നിട്ട് ഗബ്രി ചിരിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട്, അത് മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു, കുറച്ചധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ലൈവും എപ്പിസോഡും കാണുന്നവർക്കറിയാം. അപ്പോൾ ജാസ്മിനും ചിരിച്ചു. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, കുറച്ചധികം സാധനങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗബ്രി പറഞ്ഞു കൊടുത്ത പ്രധാന കാര്യങ്ങൾ, ഒന്ന്, പുറത്ത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒന്നും ഹൃദയത്തിലേക്ക് എടുക്കരുത്. നെഗറ്റീവായിട്ട് ആളുകൾ എന്തു പറഞ്ഞാലും നീ അത് ബാധിക്കരുത്. നിൻ്റെ വീട്ടുകാരുണ്ട്, ഒപ്പം ആരില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, ആരൊക്കെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ആ ഒരു പാണ്ഡയുടെ മറ്റേ ഒരു ബൊമ്മയുണ്ടല്ലോ ജാസ്മിൻ്റെ, ഇതൊന്നും എടുത്ത് കളയാറായില്ലേ എന്നും ചോദിച്ചിരുന്നു കേട്ടോ ഗബ്രി. അപ്പോൾ അത് മനസ്സിൽ എന്താ ഉദ്ദേശിച്ചത്, ഒരു പക്ഷേ അത് കൊടുത്ത ആൾ പോയി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് പോയാലും കുഴപ്പമൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കുന്നു പറയാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയില്ല. എനിക്ക് ഏറ്റവും അതിശയം തോന്നിയതുണ്ടല്ലോ, ഗബ്രി പുറത്തു നിന്ന് കയറി വന്നു. ജാസ്മിന് പുറത്ത് ഒത്തിരി നെഗറ്റീവ് ഉണ്ടെന്ന് അറിയാം, എന്നിട്ടും ഗബ്രിയുടെ പേരിൽ മാത്രമാണ് നെഗറ്റീവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇപ്പം ജാസ്മിനോട് പ്രണയാർദ്രമായിട്ട് സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, പാട്ട് പാടുന്നു. ഗബ്രി അതൊന്നും വകവയ്ക്കാതെ ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് ഗബ്രിക്ക് എന്ത് ധൈര്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം റസ്മിൻ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, റസ്മിൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. മതി നിർത്ത് ഗബ്രി എന്ന് പറയുന്നുണ്ട്. കാരണം റസ്മിൻ നല്ലൊരു സുഹൃത്തായതുകൊണ്ടാണ് റസ്മിൻ അങ്ങനെ തോന്നിയത്. ഇവനെ കാരണം പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും അകത്ത് വന്നിരുന്നിട്ട് ആ നെഗറ്റീവിന് കാരണമായിട്ടുള്ള അതേ ചേഷ്ടകളും അതേ കെട്ടിപ്പിടുത്തവും അതേ ഇതും വീണ്ടും വീണ്ടും ഗബ്രി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ജാസ്മിൻ ഇതൊക്കെ സഹിക്കാനുള്ള അല്ലെങ്കിൽ മറികടക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ. ജാസ്മിൻ ഈസി ആയിട്ട് മറികടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വാപ്പയുടെയൊക്കെ നല്ല സപ്പോർട്ട് തന്നെ ജാസ്മിനുണ്ട്. ഇപ്പം സായിയുടെ കൂടെയുള്ള ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഓൾ ദ ബെസ്റ്റ് ജാസ്മിൻ.